തിരുവനന്തപുരം പെരുമാതുറ ഷംനാദ് എന്ന 36-കാരനാണ് ഗൾഫിലേക്കുള്ള രണ്ടാമൂഴവും പിഴച്ചുപോയത്. 2 വർഷങ്ങൾക്ക് മുൻപ് സൗദിയിലെ തോയിഫിൽ തോട്ടത്തിലെത്തപ്പെട്ട ഷംനാദ് ഏറെ കഷ്ടതകൾ സഹിച്ചാണ് തിരിച്ചുപോയത്. എന്നാൽ കുവൈറ്റിൽ ഡ്രൈവർ വിസയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തവണ ഷംനാദിനെ ഏജന്റ് കുടുക്കിയത്. അവിടെ നിന്ന് ഷംനാദിനെ സൗദി മരുഭൂമിയിലെ കൃഷിത്തോട്ടത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 75ഓളം ഒട്ടകങ്ങളെ നോക്കലാണ് ജോലി. കഠിനമായ ചൂടിൽ ഭക്ഷണം പോലുമില്ലാതെ ഷംനാദ് പല പ്രാവശ്യം തളർന്നു വീണു. ഓരോ വീഴ്ചയ്ക്കൊപ്പവും സ്പോൺസറുടെ കൊടിയ മർദ്ദനങ്ങളും സഹിക്കേണ്ടി വന്നു. പല പ്രാവശ്യം അടിയേറ്റ് രക്തം ഛർദ്ദിച്ചു. ഒരു ചികിത്സയും നൽകിയില്ല. കുവൈറ്റിൽ നിന്ന് വണ്ടി തന്നെ കൊണ്ടുവന്നതിന് നേരെ അവിടെ കൊണ്ട് മസര ഇവിടെ കൊണ്ട് തള്ളിയായിരുന്നു, മരുഭൂമി കൊണ്ട് തള്ളിയായിരുന്നു. ആഹാരമില്ല, ഭക്ഷണമില്ല. 75 ഒട്ടകം ഞാൻ പറഞ്ഞു, 75 ഒട്ടകം. ഞാൻ തീരെ അവസ്ഥയായിപ്പോയി. ഞാൻ അവിടെ നിന്ന് 2 പ്രാവശ്യം ബ്ലഡ് ഛർദ്ദിച്ചപ്പോൾ ആരും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഞാൻ പിന്നെ വല്ല ജാതിയും നടന്നാണ് ഞാൻ റോഡിൽ വന്നു. ഒട്ടകങ്ങളെ മേയ്ക്കാൻ പോയ ഒരു ദിവസം കണ്ടുമുട്ടിയ ഒരു തമിഴ്നാട് സ്വദേശിയുടെ സഹായത്താലാണ് ഷംനാദ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. ഇതേസമയം ഷംനാദിനെ രക്ഷിക്കണമെന്ന ആവശ്യവുമായി ഭാര്യ ബുഷ്ര എംബസിയെ സമീപിച്ചിരുന്നു. അൽഹസയിലെ റോഡ് വക്കിൽ തളർന്നു വീണ ഷംനാദിനെ നവോദയ പ്രവർത്തകർ കണ്ടെത്തി ദമാമിൽ എത്തിക്കുകയായിരുന്നു. സാമൂഹിക പ്രവർത്തകൻ നാസ്വക്കത്തിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഷംനാദ് ഉള്ളത്. നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ഇയാളെ നാട്ടിലെത്തിക്കുമെന്ന് നാസ്വക്കം പറഞ്ഞു. ക്യാമറാമാൻ നൌഷാദിനൊപ്പം സാജിദ് ആറാട്ടുപുഴ, മീഡിയ 1, ദമാം.